അമലേ, ക്രോപ്പ് ആവണ്ട എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രിഡ് കട്ട് ചെയ്യാം? അത് സിമ്പിൾ അല്ലേ. ഗ്രിഡ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട അതിൻ്റെ സൈസാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി 4:5 ചെയ്യുമ്പോൾ 1080x1350 ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഗ്രിഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1015x1350. ഇതിപ്പോൾ നമ്മൾ ഒറ്റ ഗ്രിഡാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 3 പോസ്റ്റേഴ്സ് കൂടുന്ന പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1015x3 എന്ന രീതിയിൽ 15x3. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1350. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ 3ആയിട്ട്, ഇത് പോകുന്നത് 3 പോസ്റ്ററായിട്ടാണ്. അപ്പോൾ നമ്മൾ 3ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഈ ഒരു ക്യാൻവാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വ്യൂ പോയിട്ട് ഗൈഡ് ആണ്. വ്യൂ പോയിട്ട് ഗൈഡ് വേണ്ടി ഗൈഡ്സിൽ ന്യൂ ഗൈഡ് ലേഔട്ട് ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. അതായത് ഇതിനകത്ത് നമ്മൾ കോളംസിൻ്റെ സെക്ഷനകത്ത് നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 കൊടുക്കാം. ഓക്കെ, ദെൻ അത് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് 3ആയിട്ട് ഈ ആർട്ട് ബോർഡിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പോസ്റ്റർ കാണുന്ന പോലെ 3 പോസ്റ്റേഴ്സായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ നമ്മൾ ചെയ്തതിന് ശേഷം ഈ ഗൈഡിൻ്റെ പൊസിഷനിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. ഓക്കെ, എന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് ക്രോപ്പിനകത്ത് സ്ലൈസ് ഉണ്ട്, സ്ലൈസ് കൊടുക്കുക. പിന്നെ സ്ലൈസ് ഫ്രം ഗൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഗൈഡിൻ്റെ ഏരിയ നമുക്ക് കട്ട് ചെയ്യാനുള്ള സ്ലൈസ് ചെയ്ത് രീതി നമുക്ക് കിട്ടി. നമ്മൾ എക്സ്പോർട്ട് ആയതിനു ശേഷം നമുക്ക് ഇങ്ങനൊരു ഫോൾഡറിലായിട്ട് ഇമേജസ് വരും. ഓക്കെ, അപ്പോൾ ഇതിന് റിവേഴ്സ് ഓർഡറിൽ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രിഡ് പ്രോപ്പറായിട്ട് കട്ടാവാതെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആക്കാൻ പറ്റും.